ഹായ് ഓൾ. MS എക്സലിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടോമാറ്റിക് ബോർഡർ എന്നൊരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് താഴോട്ട് പോകും തോറും ഓട്ടോമാറ്റിക്കായി നമുക്ക് വേണ്ടത്രയും പോർഷനിൽ ബോർഡർ വരുത്തണം. ഞാൻ ഇവിടെ കുറച്ച് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത്ര ഭാഗം ബോർഡർ വേണ്ടത്ര ഭാഗം ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ അണ്ടറിൽ ന്യൂ റൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും സെലക്ട് റൂൾ ടൈപ്പ് എന്നെടുത്ത് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. അതെടുക്കുമ്പോൾ ഫോർമാറ്റ് വാല്യൂ വെർ ദിസ് ഫോർമുല ഈസ് ട്രൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് എനിക്ക് വേണ്ട സെല്ല് ഞാൻ സെലക്ട് ചെയ്യുന്നു. നോക്കൂ, ഇപ്പൊ 2 സെൽ അഡ്രസ് വന്നിട്ടുണ്ട്. അതിൽ 2ന്റെ ഫ്രണ്ടിലായി ഡോളർ സിമ്പിൾ ഉണ്ട്, അത് ഞാൻ കളയുന്നു. അതിനുശേഷം ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ ബോർഡർ എടുത്തിട്ട് നമുക്ക് എങ്ങനത്തെ ബോർഡർ ആണ് ഇവിടെ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ന്യൂ ഫോർമാറ്റ് റൂൾ എന്ന ബോക്സിൽ ഓക്കെ കൊടുക്കുന്നു. നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10. നോക്കിയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ബോർഡർ വരുന്നുണ്ട്. ഈ കൺസെപ്റ്റ് ആണ് ഞാനിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.